എടുത്ത റിയാദിലെ കമ്മിറ്റിയുടെ മുഴുവൻ നേതാക്കളോടും തുടക്കം മുതൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഇതുവരെ ഇതിനുവേണ്ടി ഈ നിമിഷം ഇവിടെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഊണും ഉറക്കവുമില്ലാതെ പ്രവർത്തിച്ച ഒട്ടേറെ പേരുണ്ട് റിയാദിൽ വിവിധ സംഘടനാ പ്രതിനിധികളുടെ നേതാക്കൾ, അതുപോലെ തന്നെ നാട്ടിലെ കമ്മിറ്റി, നാട്ടിലെ അബ്ദുറഹീം ട്രസ്റ്റ് കമ്മിറ്റി ഊണും ഉറക്കവുമില്ലാതെ ഇവിടെ നമ്മുടെ 15 മില്യൺ റിയാൽ സ്വരൂപിക്കുന്നതിന് വേണ്ടി വളരെ ശാസ്ത്രീയമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. പിന്നെ പറയേണ്ടത് ഇവിടെയുള്ള ബഹുമാന്യനായ ബോച്ചയെ പോലുള്ള പ്രിയങ്കരായ വ്യവസായ പ്രമുഖർ നമ്മളോടൊപ്പം ചേർന്നപ്പോൾ നമ്മൾ ഒരു വേളയിൽ നമ്മൾ അന്തിച്ചു നിന്ന് പോയ നമ്മുടെ ഫണ്ട് റൈസിംഗ് വളരെ ഭംഗിയായി നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ച അതിമനോഹര നിമിഷങ്ങളായിരുന്നു. അദ്ദേഹത്തോടും അതുപോലെ തന്നെ റഹീമിൻ്റെ സഹോദരൻ നസീർ, അതുപോലെ ഇവിടെയുള്ള റഹീമിൻ്റെ മുഴുവൻ കുടുംബാംഗങ്ങൾ, പിന്നെ മുഹമ്മദ് ജവാദ് തുടങ്ങി എല്ലാവരോടുമുള്ള അഗൈതവമായ നന്ദിയും മറ്റ് കൃതജ്ഞതയും ഇവിടെ രേഖപ്പെടുത്താണ്. റഹീമിന് നിങ്ങളോട് ഒരുപാട് പറയാനുണ്ട്, കൂടുതൽ പറയണമെന്നുള്ള ആഗ്രഹമുണ്ട്. റഹീമിനെ സംബന്ധിച്ചിടത്തോളം 2 പതിറ്റാണ്ടിന് ശേഷമാണ് കാത്തിരുന്ന നിമിഷമാണ്. വർഷങ്ങൾ കാത്തു കിട്ടിയില്ല. ആ ഒരു സന്തോഷമേ പറയാനുള്ള വാക്ക് കിട്ടില്ല. അത്രയും ത്യാഗം സഹിച്ചിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും സന്തോഷത്തില് നമുക്ക് പ്രതീക്ഷയിലില്ലാതിരുന്നിടത്തോളം എല്ലാവരും പ്രതീക്ഷിക്കാത്തടത്താണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താ പറയേണ്ടതെന്ന വാക്ക് നമുക്ക് എടുത്ത് കിട്ടുന്നില്ല. അത്രയും സന്തോഷം. ഇത്രയും കാലം കാത്തിട്ട് കൂടുതൽ പറയാൻ കഴിയുന്നില്ല. ഉമ്മ കണ്ടപ്പോൾ തന്നെ ഉമ്മ കെട്ടിപ്പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. വർഷങ്ങൾക്ക് ശേഷം കെട്ടിപ്പിടുത്താണല്ലേ. ഇത്രയും ആരെങ്കിലും ചെയ്യുമ്പോൾ അവർ കൈവിട്ട് പോകാൻ കഴിയില്ല. അത്രയും ഇതാണല്ലോ. 1-2 ദിവസമല്ല, വർഷങ്ങളാണല്ലോ ഇട്ടിക്കുന്നത്. 20 വർഷം. അതെ, നീണ്ട 20 വർഷം. കാരണം രണ്ടുപേരും മാറിയിട്ട് വരും, പരസ്പരം കാണാൻ പറ്റാത്തതല്ലേ നിൽക്കുന്നത്. എങ്ങനെ ആവും എന്താവും എന്നൊന്നും പറയാൻ കഴിയില്ല. അതൊരു ഭയങ്കരമായിട്ടില്ലായിരുന്നു അല്ലേ. പുറപ്പെട്ടെന്ന് ഉമ്മനെ വിളിച്ച് പറഞ്ഞപ്പോൾ എന്താ തോന്നിയിരുന്നത്? ആകെ സന്തോഷം അല്ലേ. സന്തോഷം കൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടിയൊന്നും നമുക്ക് ആകെ മറന്നുപോയി. എന്താണെന്നൊന്നും ലെവൽ തന്നെ ഇല്ല. അത്രയും സന്തോഷം ഇല്ല. ഒരു വലിയ പെരുന്നാൾ കൂടിയാണ്. അതെ, ആ ഒരു പെരുന്നാൾ സന്തോഷം, മകൻ വേറെ സന്തോഷമെല്ലാം കൂടി എന്താണെന്ന് ഒന്നും ഒരു പിടുത്തം കിട്ടില്ല. ഇത്ര ഇതായിട്ട് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. കാരണം അത്രയും ഇതായിട്ട് നിൽക്കല്ലേ. ഇനി നമുക്ക് വീണ്ടും പിന്നൊരിക്കലാക്കാൻ ഫ്രീ ആയിട്ട് അല്ലേ. അത് തന്നെയാണ് നമുക്ക് ആ ഉമ്മയുടെ മുഖത്തെ ആ കണ്ണുനീരിന് അതിന് ഇന്ന് ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഉമ്മ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആ ഉമ്മയുടെ കണ്ണുനീര് കണ്ടതാണ്. മലയാളികളെല്ലാം തന്നെ ചേർത്ത് പിടിച്ച ഒരു കുടുംബമാണ് റഹീമിൻ്റേത്. ഈ ഉമ്മയെ നമ്മളെല്ലാവരും ചേർത്ത് പിടിച്ച് ഇന്ന് റഹീം ഉമ്മയുടെ അടുത്തേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. എന്തായാലും സന്തോഷം എന്നതിലുപരി മലയാളികൾക്ക് അഭിമാനിക്കാൻ കഴിയുന്നൊരു നിമിഷം കൂടിയാണ് ഇത് എന്നുള്ളത് തന്നെയാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത്. നന്ദി പറയാൻ എത്ര പറഞ്ഞാലും നന്ദി തീരില്ല എന്ന് ആ ബന്ധുക്കൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. സന്തോഷം തന്നെയാണ് എന്ന് തന്നെയാണ് ആ ഉമ്മയും നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. എല്ലാ ദിവസവും എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. മലയാളികൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അബ്ദുറഹീമിന്റെ വാക്കുകൾക്കാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അബ്ദുറഹീം സംസാരിക്കുന്നത്. ഒന്ന് എല്ലാവരും